മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് മതനിരപേക്ഷതയെ തകർക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ. LDF കരുനാഗപ്പള്ളി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രകടനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജന്മിത്വത്തിന്റെ കാൽക്കീഴിൽ നിന്നും നവകേരളത്തിലേക്ക് നാടിനെ നയിച്ചത് ഇടതുപക്ഷ സർക്കാരുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് മതനിരപേക്ഷതയെ തകർക്കാനാണ് UDF ശ്രമിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ പറഞ്ഞു. LDF കരുനാഗപ്പള്ളി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രകടനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന ഇടതുപക്ഷത്തെ എതിർക്കുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളും ചേർന്ന് ചെയ്യുന്നത്. ജന്മിത്വത്തിന്റെ കാൽക്കീഴിൽ നിന്നും നവകേരളത്തിലേക്ക് നാടിനെ നയിച്ചത് ഇടതുപക്ഷ സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ തലമുറക്ക് പഴയ രീതിയിലുള്ളതല്ല. കാരണം കർഷക തൊഴിലാളികളുടെ കുടുംബങ്ങളിലെ കുട്ടികൾ ഇന്ന് വിദ്യാസമ്പന്നരായി മാറിയിരിക്കുന്നു. അത് സാമൂഹ്യ വികാസത്തിന്റെ ഭാഗമാണ്, നമ്മുടെ നാട്ടിലെ നേട്ടത്തിന്റെ ഭാഗമാണ്. ആ കുട്ടികൾക്ക് പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ശേഷിക്കനുസരിച്ച് തൊഴിൽ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? തൊഴിൽ ലഭിക്കണമെങ്കിൽ ഈ തരത്തിൽ പുതിയ നിക്ഷേപങ്ങൾ, പുതിയ ആളുകൾ, പുതിയ വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിൽ ആരംഭിക്കണം. LDF മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കുഞ്ഞ അധ്യക്ഷത വഹിച്ചു. കൺവീനർ B സജീവൻ, CPIM ഏരിയ സെക്രട്ടറി T മനോഹരൻ, CPI മണ്ഡലം സെക്രട്ടറി ജഗജ്ജീവൻ ലാലി, B ഗോപൻ, R രവി, കരിമ്പാലിൽ സദാനന്ദൻ, ഷറഫുദ്ദീൻ മുസ്ലിയാർ, J ഹരിലാൽ, നിജാം ബഷി, പ്രവീൺ മനക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. തറയിൽ മൂക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം കോഴിക്കോട് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.